കരുണയുടെ കണ്ണുകളുടെ തിളക്കവുമായി മിന്നാമിനുങ്ങളെ പോലെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന അദൃശ്യരായ ചിലർ നമുക്കിടയിലുണ്ട്. അവരെ നമ്മൾ കാണുന്നില്ല. അവർ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളല്ല, പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്ന യഥാർത്ഥ ദൈവസ്നേഹികൾ, മനുഷ്യ സ്നേഹികൾ. ഇത് ആഫ്രിക്കയിലെ കെനിയ ചാരിയ എന്ന വില്ലേജിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ ഒരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷനുണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്കായി. സെന്റ് ജോസഫ് ബെനഡിക്ട് കൊത്തലങ്കോ എന്ന സ്ഥാപനം. സമൂഹത്തിലെ മറ്റാർക്കും വേണ്ടാത്ത ഡിഫറൻ്റ്ലി ഏബിൾഡായ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് സഹോദരന്മാരും സഹോദരിമാരും. ഇവരെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ പോകുന്നത്. നമ്മളറിയാതെ പോകുന്ന അദൃശ്യരായ മാലാഖമാർ. ഇറ്റലിയിലും ആഫ്രിക്കയിലും പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുമുള്ള 6 പേർ ചേർന്നാണ് ഈ മഹത്തായ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിൽ ഏക മലയാളി കൊല്ലം കണ്ടച്ചിറ സ്വദേശിയായ ഇമ്മാനുവൽ എന്ന ബ്രദറാണ്. ഒരുപക്ഷെ ആഫ്രിക്കയിലെ കെനിയയിലെ ചാരിയയിൽ മലയാളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയും ഇമ്മാനുവലാകാം. ചെറുപ്രായത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച അദ്ദേഹം കെനിയയിലെത്തിയിട്ട് വർഷങ്ങളാകുന്നു. ഇവിടുത്തെ നിരാലംബരായ മനുഷ്യരുടെ കൂട്ടുകാരനായി, നല്ല സമരിയാക്കാരനായി, സഹോദരനായി അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ വ്യത്യസ്തമായ ജോലികളിൽ പരിശീലിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ. കൊത്തലങ്കോ എന്ന ഈ സ്ഥാപനം കൂടാതെ ഒരു മിഷൻ ഹോസ്പിറ്റലൂടെ കെനിയയിലുണ്ട്. ഇവർക്ക് വേണ്ട മരുന്നുകളും മറ്റ് എല്ലാ സഹായങ്ങളും നൽകി അവരുടെ കൂടെ നിന്ന് അവരെ സ്നേഹിച്ച് പ്രിയപ്പെട്ട ഇമ്മാനുവൽ നമുക്ക് കാണിച്ചു തരുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പുതിയ പാഠമാണ്. 53ഓളം അന്തേവാസികളുണ്ട് ഇവിടെ. ആഫ്രിക്ക നമുക്കറിയാം, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. മനുഷ്യരുടെ ജീവിത നിലവാരം നമ്മളെക്കാളൊക്കെ എത്രയോ താഴെ. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സമ്പന്നതയും സന്തോഷവും ഒക്കെ വിട്ട് അവിടെ എത്തി ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു അനുഭൂതിയാണ്. ദൈവസ്നേഹം എന്നിൽ വന്ന് നിറയുകയാണ് എന്നാണ് പറയുന്നത്. കണ്ടച്ചിറ എൻ്റെ അമ്മ വീടിനടുത്തുള്ള സ്ഥലമാണ്. എൻ്റെ കുടുംബ വേരുകളുള്ള സ്ഥലവുമാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഫേസ്ബുക്ക് വഴി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇത്തരമൊരു വീഡിയോ ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിന് പോലും അറിയില്ല. തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനായിട്ട് ആവശ്യപ്പെട്ട് എനിക്ക് അവിടുത്തെ കുറച്ച് വിഷ്വൽസുകൾ അയച്ചു തന്നാണ്. എനിക്കപ്പോൾ തോന്നി, ഇത് ലോകമറിയണം. കാരണം PR വർക്കുകൾ നടത്തി, ചാരിറ്റികൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ മുക്കുന്ന നമ്മുടെ അഭിനവ ചാരിറ്റി പ്രവർത്തകർക്ക് ഇമ്മാനുവൽ ബ്രദറിനെ പോലെയുള്ളവർ ഒരു വലിയ പാഠമാണ്. നമ്മുടെ മഹത്വം മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ PR വർക്കുകളുടെ ആവശ്യമില്ല. ആർദ്രമായ ഒരു മനസ്സ് മതി എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഇമ്മാനുവൽ ബ്രദറിനെ പോലെയുള്ള സഹോദരന്മാരും സഹോദരിമാരും. ഇവിടുത്തെ അന്തേവാസികളിൽ കൂടുതൽ ആൾക്കാരും വീൽ ചെയറുകളിൽ ജീവിക്കുന്നവരാണ്. സ്വന്തമായി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ നിരാലംബരായി പോയവർ. അവരെ വ്യത്യസ്തമായ ജോലികളിലൂടെ കണ്ടെത്തി ആത്മവിശ്വാസം നൽകി സന്തോഷം നൽകി അവരുടെ മുഖത്ത് പുഞ്ചിരി നിറയ്ക്കുകയാണ് ഇമ്മാനുവലിനെ പോലെയുള്ള മാലാഖമാർ. ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങളും ആശംസകളും പിന്നെ പ്രാർത്ഥനയും നൽകാം ഈ മാലാഖമാർക്ക്. കാരണം അവർ ജീവിക്കുന്നത് സമ്പത്തിനോ മറ്റോ വേണ്ടിയല്ല. ആർദ്രമായ ഹൃദയങ്ങളെ, നിരാലംബരെ സന്തോഷിപ്പിക്കുവാൻ അവർക്ക് കൂട്ടാകുവാനാണ്. പ്രിയപ്പെട്ട ഇമ്മാനുവലിനും നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ കൂടെ വേരുകളുള്ള കൊത്തലങ്കോ എന്ന സ്ഥാപനത്തിനും ആശംസകൾ നേരുന്നു. തീർച്ചയായും ഒരു ദിനം അവിടെ എത്തുവാൻ എനിക്ക് കഴിയട്ടെ. ആശംസകൾ സ്നേഹപൂർവ്വം.